പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 277 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പഫ്ലോഷ്യനസിന് ശേഷം ഈ ആഴ്ച രാജ്ഞിയായിരുന്ന വിശുദ്ധ ഇൻസുവിതയെക്കുറിച്ചാണ്. ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ രാജാവായ എഡൻബർട്ടിൻ്റെ മകൻ ഈഡ്ബാർഡിൻ്റെ മകളാണ് ഇൻസുവിത. ബാല്യം മുതൽക്കേ രാജ്ഞിയുടെ ആനന്ദം പ്രാർത്ഥനയും ദൈവസ്നേഹവുമായിരുന്നു. തന്നിമിത്തം ലോകത്തിന്റെ വ്യർത്ഥതകളെയും ആനന്ദങ്ങളെയും നിന്ദിച്ചു പോന്നിരുന്നു. വൈവാഹിക ജീവിതം തന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി എല്ലാ വിവാഹ ആലോചനകളും അവൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. അവസാനം പിതാവിന്റെ അനുവാദത്തോടുകൂടെ അവൾ കെന്റിൽ ഒരു മഠം ആരംഭിച്ചു. പരിശുദ്ധമായ ഏകാന്തതയും ജീവിത നൈർമല്യവും പ്രാർത്ഥനയും എളിമയും രാജ്ഞിയുടെ ജീവിതത്തെ വിശുദ്ധമാക്കി. രാജകീയ ആഡംബരങ്ങളിടയ്ക്ക് 7-ാം ശതാബ്ദത്തിൽ ഒരു രാജ്ഞി മാത്രം ഇത്രയും തീക്ഷ്ണത പ്രദർശിപ്പിച്ചുവെങ്കിൽ ഇത്രയും ആധ്യാത്മിക വിദ്യാഭ്യാസമുള്ള നമ്മുടെ ആധ്യാത്മിക വിരസതയ്ക്ക് എന്ത് നീതീകരണമാണ് നമുക്ക് നൽകാനുള്ളത്? ധനവും പ്രൗഢിയും വിശുദ്ധിക്ക് വിഘാതമാകണമെന്നില്ല. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ബന്ധങ്ങൾ ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. വ്യക്തി, കുടുംബ, സാമൂഹ്യ തലങ്ങളിൽ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് സ്വയം മതിപ്പും ആത്മവിശ്വാസവും വർദ്ധിക്കും. അത് ജീവിത വിജയത്തിന് ഏറെ സഹായിക്കും. മാനുഷിക പരിഗണനയും അംഗീകാരവുമാണ് പരസ്പര ബന്ധത്തിന്റെ അടിവേര്. പരിഗണന ഒരു സംസ്കാരമാണ്. അതാണ് ബന്ധം ജനിപ്പിക്കുന്നത്. പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഏത് ബന്ധവും വളരും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം തുടർന്നു പോരുന്ന ബന്ധങ്ങൾ അത് നമുക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യുകയില്ല. ഏവർക്കും നന്ദി.